പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയതോടെ ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാം തുറന്നിരിക്കുകയാണ്. 5 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കല്ലാർകുട്ടി ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. 457 മീറ്ററാണ് പരമാവധി സംഭരണ ശേഷി. നമുക്ക് ആ റൂൾ കർവ് കാണാൻ സാധിക്കും. താഴേക്ക് നോക്കുമ്പോൾ 456.50 അത്രയും ജലനിരപ്പ് എത്തിയപ്പോഴാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് ജലനിരപ്പ് ഉള്ളത്. ഇപ്പോൾ വീണ്ടും വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായിട്ടുണ്ട്, നീരൊഴുക്ക് ശക്തമായിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ വീണ്ടും 456.50 എത്തുകയാണെങ്കിൽ ഷട്ടറുകൾ കൂടുതൽ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കും. നമുക്ക് ഷട്ടറുകൾ തുറന്ന് വെള്ളം താഴേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. 5 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. 5 ഷട്ടറുകളും തുറന്ന് വെള്ളം താഴേക്ക് ഒഴുക്കുകയാണ്. ഈ ഡാമിന് താഴെ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ താഴെയാണ് പാമ്പള അണക്കെട്ടുള്ളത്. പാമ്പള അണക്കെട്ടിൻ്റെ ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേര്യമംഗലം, ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആ സ്ഥലങ്ങളിൽ വെള്ളം ഉയരാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഡാമുകൾ തുറന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്നതുകൊണ്ട് തന്നെയാണ്. മൂന്നാർ പൊന്മുടി അടക്കമുള്ള എനിക്കപ്പുറം കാണുന്ന മേഖലകളിൽ മഴ ശക്തമാകുമ്പോൾ സ്വാഭാവികമായും കല്ലാർകുട്ടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകും. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഈ കല്ലാർകുട്ടി ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും എന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം ഈ സീസണിൽ ആദ്യമായിട്ടാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 22-ാം തീയതി ആയിരുന്നു ആദ്യമായി കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 മാസം ഇപ്പോഴും പിന്നിലാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഡാമിലൂടെ അപ്പുറത്തേക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. പണ്ട് ഈ ഡാമിലൂടെ ആയിരുന്നു സ്വകാര്യ ബസ്സുകളും എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. അതിനുശേഷമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന പുതിയൊരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇതിലൂടെയുള്ള ഗതാഗതം വലിയ വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷം താഴേക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.